എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കേക്ക് റെസിപ്പി കണ്ടു നോക്കാം. ക്യാരറ്റും ഈന്തപ്പഴവും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്യാരറ്റും ഈന്തപ്പഴവും ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണിത്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ക്യാരറ്റും ഈന്തപ്പഴവുമാണ്. പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയാണേലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് തിരഞ്ഞെടുക്കുന്ന ഈന്തപ്പഴം എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് ഹാർഡ് ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ കേക്കിനകത്ത് ഇങ്ങനെ കല്ല് പോലെ കിടക്കും. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് നോക്കിയെടുക്കണം. അത് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം, കുരുവൊക്കെ കളഞ്ഞിട്ട്. ചിലത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഞെക്കുമ്പോഴേക്കും നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഞെരടി വരും. പക്ഷെ ചിലത് കത്തി കൊണ്ടരിഞ്ഞെടുക്കേണ്ടി വരും. അപ്പൊ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി നമുക്ക് വെക്കാം. 240 ml കപ്പിന് 1 കപ്പ് അളവാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ക്യാരറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അത് ചെറിയ കണ്ണിയുള്ളത് നോക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി എടുക്കരുത്. ഇനി നമുക്ക് എന്തെങ്കിലും നട്ട്സ് വേണം. മിക്സഡ് നട്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കശുവണ്ടി എടുക്കാം, ബദാം എടുക്കാം, വാൾനട്ട് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ 3 മെയിൻ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. 1 കപ്പ് പഞ്ചസാര തവയിലേക്ക് ഇട്ടതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യുക. അത് നല്ലോണം ചൂടായി അതിൻ്റെ സൈഡിൽ നിന്നും മെൽറ്റായി ഒരു ബ്രൗൺ കളർ ചെറുതായിട്ട് ആവുന്ന സമയത്ത് മാത്രം സൈഡിൽ നിന്നും ഇളക്കി കൊടുക്കാൻ തുടങ്ങുക. എന്നിട്ട് മെൽറ്റ് ആകുന്നതിനനുസരിച്ച് നല്ലവണ്ണം ഇളക്കുക. നല്ലവണ്ണം ബ്രൗൺ കളറായിട്ട് എല്ലാ പഞ്ചസാരയും ഉരുകി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഇങ്ങനെയാണ് ഷുഗർ കാരമലൈസ് ചെയ്യുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പ്ലം കേക്കിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതൊന്ന് നോക്കുക. പഞ്ചസാര ഇങ്ങനെ കാരമലൈസ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിനകത്തേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഇങ്ങനെ സഹായിക്കും. ഇതിന് പകരം നിങ്ങൾക്ക് തേനാണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കേക്ക് നല്ല മോയിസ്റ്റ് ആവാനും നല്ല ടേസ്റ്റ് കിട്ടാനും കൂടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. ഇനി നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. മൈദ വെച്ച് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിന് ഏകദേശം 150 ഗ്രാം മൈദ വരും. അത് അരിപ്പയിലേക്ക് ഇടാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ട പൊടിച്ചത് ഇടണം. അപ്പോൾ നമ്മളതൊന്ന് ആദ്യമേ പൊടിച്ച് വെച്ചേക്കണം. പട്ട മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, അപ്പോൾ വല്ലാത്ത ഫ്ലേവറായിപ്പോവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാമായി. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തും മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 മുട്ട മിക്സി ജാറിലേക്ക് ഇടാം. ബീറ്റർ ഒന്നുമില്ലാതെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് ഞാൻ മിക്സിയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബീറ്റർ വെച്ച് അടിച്ചെടുക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം. 2 മുട്ടയും 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ വേണമെന്നില്ല, നോർമൽ ഷുഗർ ആയാലും മതി. ഒരു നിർബന്ധവുമില്ല. ബ്രൗൺ ഷുഗർ ഇടുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടാകണമെന്നില്ല. നോർമൽ ഷുഗർ എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് ബ്രൗൺ ഷുഗർ. ഇത് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ഇത് കുപ്പിയിലും ഇതുപോലെ പാക്കറ്റിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഷുഗറിന്റെ തന്നെ അൺറിഫൈൻഡ് ഫോം ആണെന്നേ ഉള്ളൂ. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് ബട്ടർ ചേർക്കാം. ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 100 ഗ്രാം ബട്ടർ എടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് ചൂട് പാലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലോണം തന്നെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ്സ് നമുക്കൊന്ന് നോക്കാം. നല്ലവണ്ണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ഒന്ന് നല്ലോണം മാഷ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒരു സ്പൂണ് വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ഇടുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ മിക്സിനകത്തുനിന്ന് കുറച്ച് മൈദ എടുത്തിട്ട് ക്യാരറ്റിലൊന്ന് തൂക്കി കൊടുക്കണം, എന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഈ ക്യാരറ്റ് സ്പ്രെഡായി വന്നോളും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി 2-3 പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മൈദ തൂകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള മൈദ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒരു സ്പാറ്റുലയോ ബിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഒരേ സൈഡിലേക്കൊക്കെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഈ സമയത്ത് നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ് മുന്നേ തന്നെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. 180 ഡിഗ്രി സെൽഷ്യസിൽ വേണം പ്രീ ഹീറ്റ് ചെയ്തിടാനായിട്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടുക. അതേസമയം കുക്കറിലോ വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അതും ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തിടാം. ഇന്ന് ഞാനൊരു അലുമിനിയത്തിൻ്റെ ഉരുളിയിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് കട്ടി കുറവായതുകൊണ്ട് അതിനകത്ത് കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ടിന്നിലാണ് ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിൻ്റെ സൈഡിലും അടിയിലുമൊക്കെ നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അടിയിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഓയിൽ തടയി കൊടുക്കണം. ഞാൻ സൈഡിലൊക്കെ നല്ലവണ്ണം ഓയിൽ തടയിട്ടുണ്ട്, പേപ്പർ ഇട്ടിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ളതാണ്. ബാറ്റർ മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം മാറിക്കിട്ടും. പിന്നെ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ബ്രെഡിൻ്റെ ടിന്നായതുകൊണ്ട് ഇതിനൊരു അടപ്പുണ്ട്. ഞാൻ ആ അടപ്പൊന്നിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി ഒരു 40-45 മിനിറ്റോളം വേണ്ടി വരുമായിരിക്കും വേകാനായിട്ട്. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. കുറച്ച് സമയം കൂടുതലെടുക്കും ഈ ഒരു കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. 45 മിനിറ്റ് എടുത്തു. ഇപ്പം നമ്മുടെ കേക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നല്ലോണം ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തണുക്കട്ടെ. ഇപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ലൊരു ടെക്സ്ചറും വന്നിട്ടുണ്ട്. ക്യാരറ്റും ഈന്തപ്പഴവും അതേപോലെ നട്ട്സും ഒക്കെ എല്ലായിടത്തുമായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. അടിപൊളി കേക്കാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്